എൻ്റെ പേര് കൃതിക. ഞാൻ 3 ഇയേഴ്സായിട്ട് ജർമ്മൻ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ജർമ്മൻ വേർഡ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി ഓർത്തിരിക്കാൻ ഏറ്റവും മികച്ച മെത്തേഡ് എന്താണ്? ഓക്കെ, നമുക്ക് വേർഡ്സ് അങ്ങനെ പഠിക്കാൻ പ്രത്യേകിച്ച് പുതിയ മെത്തേഡ്സ് ഒന്നുമില്ല. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിപ്പോൾ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ജർമ്മനോ ഇംഗ്ലീഷോ ഏതോ ആയിക്കോട്ടെ, നമ്മൾ കുറേ പുതിയ വാക്കുകൾ പഠിക്കും. അപ്പം നമ്മളത് ഓർത്തിരിക്കുക എന്താ ചെയ്യുക വെച്ചാൽ വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. ഇപ്പം ബെനൂട്ട്സൺ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ബെനൂട്ട്സൻ്റെ മീനിങ് ടു യൂസ്. അപ്പോൾ നമ്മൾ ടു യൂസ് എന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്നതിന് പകരം ബെനൂട്ട്സൺ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ പുതിയ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇൻ്റർനെറ്റിൽ കുറേ ആപ്സ് അവൈലബിൾ ആണ് നമുക്കിങ്ങനെ ഈ പുതിയ പുതിയ വാക്കുകൾ മെമ്മറൈസ് ചെയ്യാൻ. അപ്പോൾ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ആപ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം നല്ലതായിരിക്കും. ഈ ഗോയിത്തെ അല്ലെങ്കിൽ ടെൽക്ക് പരീക്ഷയേക്കാൾ ജർമ്മൻ സംസാരിക്കാനുള്ള സ്കില്ല് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വിദ്യാർത്ഥികൾ പൊതുവെ മനസ്സിലാക്കാറുണ്ടോ? അതോ നേരത്തെ പറഞ്ഞ പോലെ എക്സാം പാസ്സാവുക എന്നത് മാത്രമാണോ അവരുടെ ലക്ഷ്യം? കുറേ സ്റ്റുഡൻസ് വിചാരിക്കുന്നത് ജസ്റ്റ് എക്സാം പാസ്സായി ജർമ്മനിയിൽ എത്തിയാൽ മാത്രം മതി എന്നാണ് കുറേ സ്റ്റുഡൻസ് വിചാരിക്കുന്നത്. പക്ഷേ ആ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ആരും അത്രയ്ക്ക് മനസ്സിലാവുന്നില്ല മിക്ക സ്റ്റുഡൻസും. കാരണം നമ്മൾ ജർമ്മനിക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് ആണ് ഈ ജർമ്മൻ എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പം ജസ്റ്റ് എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന കുറേ കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അവരവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പഠിച്ച ഒന്നുമല്ല അവർ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അവരെന്താണ് കൂടുതലും അവർ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം, മാക്സിമം അവർ ക്ലാസ് റൂമിലും ജർമ്മൻ യൂസ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഒരു ലാംഗ്വേജ് നമുക്ക് 4 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അത് നമ്മുടെ ഒരു ലൈഫ് ലോങ് ഉള്ളൊരു പ്രോസസ്സാണ്. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പം എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാതെ ഡെയിലി ലൈഫിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. എന്നാലേ നമുക്ക് ജർമ്മനിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കൃതിക ജർമ്മൻ ഭാഷ പഠിക്കുമ്പോൾ, അതായത് പഠിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഏത് പാർട്ടായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തത്? എനിക്ക് മാത്രമല്ല, ജർമ്മൻ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ടഫായിട്ട് വന്ന ഒരു മൊഡ്യൂളാണ് ഹ്യോറൻ, അതായത് ലിസണിങ് പാർട്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ലാംഗ്വേജ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കേട്ട് വന്നിരുന്ന ഒരു ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മുടെ മലയാളം അതൊക്കെ ആയിരിക്കും നമ്മൾ കേട്ട് വന്നത്. പെട്ടെന്ന് നമ്മൾ ജർമ്മൻ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മെയിൻലി റീസൺ വരുന്നത് അത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ജർമ്മൻ്റെ സ്ലാങ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ക്ലാസ് റൂമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊണ്ട് മാത്രം നമുക്ക് ഈ ലാംഗ്വേജ് പെട്ടെന്ന് ഈ ഹ്യോറൻ പാട്ട് അല്ലെങ്കിൽ ലിസണിങ് പാട്ട് മനസ്സിലാകണമെന്നില്ല. അപ്പം നമ്മൾ തന്നെ ഡെയിലി ലൈഫിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, സിനിമകൾ കാണുക, അതുവഴിയാണ് നമുക്ക് ഈ ഹ്യോറൻ പാർട്ട് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുന്നത്. അത് കൂടാതെ ചില സ്റ്റുഡൻസ് പറയാറുണ്ട് അവർക്ക് ഷ്രൈബൻ അല്ലെങ്കിൽ റൈറ്റിംഗ് പാർട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ അത് എപ്പോഴും പോസിബിൾ ആകണമെന്നില്ല. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ വേറെയാണ്, അതുപോലെ തന്നെ ജർമ്മൻ്റെ ഗ്രാമറും വേറെയാണ്. അപ്പം ഈ റൈറ്റിംഗ് പാർട്ടും ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ചില കുട്ടികൾക്ക് എക്സ്പ്രഷൻ, അതായത് സ്പീക്കിങ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പല കുട്ടികൾക്കും എക്സ്പ്രഷൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഗോയിത്തെ ടെൽക്ക് അങ്ങനെയുള്ള എക്സാംസിന് വാല്യൂ ഉണ്ടാകുമോ? അതിനെപ്പറ്റി എങ്ങനെയാണ് കൃതിക ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇന്നത്തെ ഈ ടൈമിൽ കൂടുതൽ സ്ഥലങ്ങളിലും ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആകുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IELTS ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളിൽ പോലും ഇപ്പോൾ ജർമ്മൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജർമ്മനിയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇത് പല സ്റ്റുഡൻസിനും അല്ലെങ്കിൽ പല കുട്ടികൾക്കും ഇത് മനസ്സിലായതുകൊണ്ടാണ് അവർ ഓട്ടോമാറ്റിക്കലി ജർമ്മനി ചൂസ് ചെയ്യുന്നത്. മിക്ക സ്റ്റുഡൻസിനും നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ജർമ്മനിയിൽ അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവാനാണ്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ജർമ്മനി. അതായത് അവർ ഹൗസ് ബിൽഡിംഗ് ചെയ്യുവാണെങ്കിൽ അവർക്ക് സ്റ്റൈഫൻഡോട് കൂടെ അവിടെ പഠിക്കാൻ പറ്റും, ഫ്രീ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ ജർമ്മനി ചൂസ് ചെയ്യുന്നത്. ഇനി നേഴ്സുമാരുടെ കാര്യം വരുമ്പോൾ നേഴ്സുമാർക്ക് നാട്ടിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് അറിയാം ഇവിടുത്തെ സാലറി എന്താണ്, ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയാണ് അവർക്ക് എപ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ കണ്ടാലും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതിൻ്റെ ഒരു റീസൺ ഇതായിരിക്കാം. മുൻപത്തെക്കാളും ജർമ്മൻ പഠനത്തിൽ AI കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തോന്നിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ AI ഒരു സ്വാധീനം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? ഓക്കെ, AI നമ്മുടെ ലൈഫിൽ വന്നേ പിന്നെ നമ്മുടെ ലൈഫിൽ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഈ ലാംഗ്വേജ് ലേണിംഗ് സെക്ടറിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും AI നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ എല്ലാവരും ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ChatGPT. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ChatGPT. നല്ല ഹെൽപ്ഫുൾ ആണ്. പക്ഷേ അതിനെന്താണ് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എപ്പോഴും അത് തരുന്ന ഔട്ട്പുട്ട് എപ്പോഴും ആക്യുറേറ്റ് ആവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഗൈഡൻസിലൂടെ സ്റ്റുഡൻസ് അത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം പല സ്റ്റുഡൻസും നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം അവർ ജസ്റ്റ് ഇതിൽ ChatGPTയിലോ AIയിലോ എന്തെങ്കിലും നോക്കിയിട്ട് അവർ മിക്ക സ്റ്റുഡൻസും പറയുന്നത് ടീച്ചർ ഇതല്ലല്ലോ പറഞ്ഞത്. കാരണം അതിലും തെറ്റായ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സ്പീക്കിംഗ് ചെയ്യണം,
അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ChatGPT യൂസ് ചെയ്ത് അല്ലെങ്കിൽ AI യൂസ് ചെയ്ത് നമുക്ക് സ്പീക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് പേഴ്സണലി കുറേ സ്റ്റുഡൻസിനെ അറിയാം. അവർ മിക്ക സ്റ്റുഡൻസും അവരുടെ ഔഷ്പ്രാക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൊനൗൺസിയേഷൻ അവർ ബെറ്റർ ആക്കിയത് ഈ ChatGPT ഒക്കെ ഉപയോഗിച്ചാണ്. അപ്പം ഈ ChatGPT അല്ലെങ്കിൽ AI കൊണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നോ അതിലാണ് കാര്യമുള്ളത്. A1 മുതൽ B2 വരെ എത്ര ലെവലാണ് സ്റ്റുഡൻസിനെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യിക്കുന്നത്? ഏതൊക്കെയാണത്?